ബിദ്ഈ പ്രസ്ഥാനം ആരംഭിച്ച സമയത്ത് ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി ഐക്യസംഘം എന്ന പേരിൽ സംഘടനയുണ്ടാക്കി ബിദ്അത്തുകാർ വന്നപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ പറഞ്ഞു, ഇവിടെ അനൈക്യം ഇല്ല, അതുകൊണ്ട് ഐക്യസംഘത്തിന്റെ ആവശ്യവും ഇപ്പോൾ ഇല്ല. ഇത് ചെവിക്കൊള്ളാതെ ഇന്നത്തെ മുജാഹിദ് എന്ന പേര് പറയുന്ന സലഫി വിഭാഗം ഐക്യസംഘമുണ്ടാക്കി. ആദ്യമായി അവർ ചെയ്തത് ഹീലത്തുൽ റിബ, പലിശ വാങ്ങാനുള്ള കുതന്ത്രം എന്ന നിലക്ക് ഒരു സംഘടന രൂപീകരിക്കുകയായിരുന്നു. അങ്ങനെ ഇവിടുത്തെ സക്കാത്തുകളും മറ്റ് ഫണ്ടുകളും എല്ലാം രൂപീകരിക്കുന്നതിന് പുറമെ കുതന്ത്രമായി പലിശ വാങ്ങാനുള്ള ഏർപ്പാടുകൾ കൂടി ചെയ്ത് ഹീലത്തുൽ റിബ എന്ന കമ്മിറ്റി ഉണ്ടാക്കി. ഐക്യസംഘവും രൂപീകരിച്ചു. ഐക്യസംഘം രൂപീകരിച്ച ഉടനെ തന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് നിരാക്ഷേപം ആചരിച്ചു വരുന്ന, അംഗീകരിച്ചു വരുന്ന പലതിനെയും ആക്ഷേപിക്കാൻ തുടങ്ങി. റബീഉൽ അവ്വൽ, മൗലിദ് അടക്കം അവർ ആക്ഷേപിച്ചു, ലേഖനങ്ങൾ എഴുതാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സാലിഹീങ്ങളായ സജ്ജനങ്ങളായ പണ്ഡിതന്മാർക്ക് അടങ്ങി നിൽക്കാൻ സാധിച്ചില്ല. അങ്ങനെയാണ് ഈ ബിദ്ഈ പ്രസ്ഥാനത്തെ പ്രതിരോധിക്കാൻ, അവരെ നേരിടാൻ യുക്തിയുക്തമായി ഇന്ത്യ രാജ്യത്തിന്റെ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അവരെ നേരിടാൻ വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കി. അങ്ങനെ ഇവിടെ ബിദ്ഈ പ്രസ്ഥാനക്കാർ കൊണ്ടുവരുന്ന മുഴുവൻ പുതിയ പുതിയ വാദഗതികൾക്കും അക്കമിട്ട് മറുപടി പറയുകയും വാദപ്രതിവാദം വേണ്ട സ്ഥലത്ത് വാദപ്രതിവാദം നടത്തുകയും ഖണ്ഡന പ്രസംഗം നടത്തുകയും ഖണ്ഡനം എഴുതുകയും എല്ലാം ചെയ്തുകൊണ്ട് ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം നിലനിർത്തി ബിദ്ഈ പ്രസ്ഥാനക്കാർക്ക് പേരൂന്നാൻ വേണ്ടത്ര കഴിഞ്ഞില്ല എന്നതാണ് സത്യം. ആ കാലത്ത് മുഴുവൻ ഇവിടെ രാഷ്ട്രീയ പാർട്ടികളെ പാട്ടിലാക്കി അവരെ പിടിച്ചുകൊണ്ട് സുന്നികളെ ഒതുക്കി അമർത്താൻ ശ്രമങ്ങളുണ്ടായിട്ടുണ്ട്. അത് പഴയ കാലം മുതൽക്കുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാം, ഖദീമായ കലാം, അത് ഖദീമല്ലെന്ന് പറഞ്ഞുകൊണ്ട്, അത് മഖ്ലൂഖാണ്, സൃഷ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം വന്നപ്പോൾ ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാർ അതിനെ ശക്തമായി എതിർക്കുമ്പോൾ അവരെ ഒതുക്കാൻ അന്നത്തെ ഭരണകൂടത്തെ പിടിക്കുകയായിരുന്നു ബിദ്അത്തുകാർ ചെയ്തത്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. അങ്ങനെ നമ്മുടെ കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തകരെ കൂട്ടുപിടിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും സുന്നത്ത് ജമാഅത്ത് തളർന്നില്ല. നമ്മുടെ നെഞ്ഞൂക്കുള്ള പണ്ഡിതന്മാർ അവരൊരിക്കലും പതറിയില്ല. അവർക്ക് ഇന്നത്തെ പോലെ യാത്രാ സൗകര്യമില്ല, കാറുകളില്ല, വണ്ടികളില്ല, ബസ്സുകളില്ല, ഒന്നുമില്ലാത്ത കാലഘട്ടം, ബസ്സുകൾ പോലും ശരിക്ക് ഇല്ലാത്ത കാലഘട്ടം. ആ കാലഘട്ടത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ആശയം അഥവാ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയം നിലനിർത്തുന്നതിനു വേണ്ടി പരിശ്രമിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ അവർ കാട്ടിത്തന്ന വഴിയിൽ നിന്ന് നമ്മുടെ സംഘടനയെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ തെറ്റിക്കാനുള്ള ശ്രമം ഇവിടെ നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ബിദ്അത്തുകാരോടുള്ള സമീപനം നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകത്തിൽ ഉണ്ട്. വിദ്യാർത്ഥികാരോട് എങ്ങനെ സമീപിക്കണം, അവർ സമീപിച്ചാൽ നാം എന്ത് ചെയ്യണം, ഇതെല്ലാം നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഉണ്ട്. ഇത് മാറ്റം വരുത്തണമെന്നും ഈ ആധുനിക കാലഘട്ടത്തിൽ മുബ്തദീങ്ങളുമായി അങ്ങനെ വിട്ടുനിൽക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ പാഠപുസ്തകം അത് എടുത്തു കളയണം എന്ന് നമ്മുടെ പണ്ഡിതന്മാരിൽപ്പെട്ട ചിലർ പറഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ വേദനയുണ്ട്. പക്ഷേ പറയേണ്ടി വന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. അങ്ങനെ സഹോദരങ്ങളെ, ഒരാൾ പറഞ്ഞു ആ പാഠം ആ പുസ്തകം പിൻവലിക്കണം. മറ്റൊരാൾ പറഞ്ഞു പുസ്തകം പിൻവലിക്കണ്ട, പാഠം പിൻവലിച്ചാൽ. വേറെ ഒരാൾ പറഞ്ഞു പാഠവും പിൻവലിക്കണ്ട, അതിൽ ചെറിയ ഭേദഗതികൾ വരുത്തിയാൽ മതി. ഇങ്ങനെ ചർച്ചകൾ നടന്നപ്പോൾ അന്നത്തെ ജനറൽ സെക്രട്ടറി പറഞ്ഞത് ബുക്കുകൾ തന്നെ നമുക്കൊന്ന് നീക്കിക്കളയാം, പിന്നെ ഈ പ്രശ്നത്തിൽ തർക്കമുണ്ടാവേണ്ടതില്ല. ഇത് പറഞ്ഞപ്പോഴാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമാ السيد عبد الرحمن البخاري نور الله مرقده ونفعه به في الدارين മഹാനവറുകൾ ഒന്നാമതായി എഴുന്നേൽക്കുന്നു. ഗർജിക്കുന്ന സിംഹത്തെ പോലെ എഴുന്നേറ്റ് നിന്ന് വിദ്യാർത്ഥികാരോടുള്ള സമീപനം ഇസ്ലാം എന്താണോ പഠിപ്പിച്ചത് ആ പഠിപ്പിച്ചതാണ് നാളിതുവരെയും നമ്മുടെ പാഠപുസ്തകത്തിൽ പഠിപ്പിച്ചു വന്നത്. ഇന്നു മുതൽ രാഷ്ട്രീയക്കാരന് വേണ്ടി അത് മാറ്റാൻ അനുവദിക്കുകയില്ല. അതിന്റെ ഒരു വരി പോലും മാറ്റാൻ അനുവദിക്കുകയില്ല എന്ന് ബഹുമാനപ്പെട്ട താജുൽ ഉലമ പറഞ്ഞുകൊണ്ട്, അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾ ഈ സംഘടനയിലില്ലെന്ന് പറഞ്ഞു ഒന്നാമതായി എഴുന്നേറ്റപ്പോൾ, രണ്ടാമതായി എഴുന്നേറ്റത് ബഹുമാനപ്പെട്ട എം എ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകളാണ്. അദ്ദേഹമാണ് ഈ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ഇവിടെ ഉണ്ടാക്കിയത്.
ഉണ്ടാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് അവരാണ്. പാഠപുസ്തകം ഉണ്ടാക്കുന്നുവെങ്കിൽ അതിന്റെ വർക്ക്ഷോപ്പ് കമ്മിറ്റിയിൽ ഏതാനും ആളുകളുണ്ടാകും. അത് കഴിഞ്ഞാൽ അതിന്റെ സ്ക്രൂട്ടിനി കമ്മിറ്റി, പരിശോധിക്കുന്ന കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ റഈസ് ബഹുമാനപ്പെട്ട എം.എ. ഉസ്താദായിരിക്കും മിക്കവാറും. അങ്ങനെ എം.എ. ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഉള്ള സംഘം പരിശോധിച്ച് പിന്നീട് സമസ്തയുടെ ബോർഡിൽ വെച്ചു. അതിനുശേഷം മുസാവറയിൽ വെച്ച് അംഗീകരിച്ചിട്ടുള്ള പാഠപുസ്തകങ്ങളാണ് കഴിഞ്ഞ കാലത്തൊക്കെ അച്ചടിച്ച് പ്രസിദ്ധപ്പെടുത്തി വന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിന് മാറ്റം വരുത്തിയിട്ട് ഇവിടെ പിന്നെ സമസ്തക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോ ഞങ്ങളിവിടെ ഭൂരിപക്ഷ പ്രകാരം പാസാക്കുകയാണ് എന്ന് മറുഭാഗത്തിനെല്ലാം പറഞ്ഞു. ഭൂരിപക്ഷം ആകെ 23 ആളാണ് അന്ന് യോഗത്തിലുള്ളത്. അതിൽ 11 കഴിഞ്ഞാൽ പിന്നെ എത്രയുണ്ടാവും? 13 ആൾ. അതാണ് ഭൂരിപക്ഷം പറഞ്ഞത്. അന്നത്തെ യോഗത്തിൽ 23 ആളാണുള്ളത്. ഭൂരിപക്ഷം വന്നിട്ട് ഞങ്ങൾ ഭൂരിപക്ഷം പാസ്സാക്കും എന്ന് പറഞ്ഞപ്പോഴാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമയും നൂറുൽ ഉലമയും ആ കൂട്ടത്തിൽ എളിയവരായ ഞങ്ങളും അവിടെ നിന്ന് ഇറങ്ങി അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്ഥാപിച്ച ലക്ഷ്യം, ആ ലക്ഷ്യത്തിൽ നിന്ന് വഴുതിപ്പോവുകയാണെങ്കിൽ ഈ കസേരയിൽ ഇരിക്കാൻ ഇനി ഞങ്ങൾക്ക് നീ ഉദവി വരുത്തരുത്. ഞങ്ങൾക്ക് സമസ്തയുടെ യഥാർത്ഥ രൂപം കാണിക്കാനുള്ള സൗകര്യം ചെയ്തു തരണം എന്ന് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ദുആ ചെയ്ത കണ്ണുനീര് വാർത്തുകൊണ്ട് അവിടുന്ന് ഇറങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ 90ാം വാർഷികമെന്ന് പറഞ്ഞിട്ട് അവിടെ നടക്കുന്ന തെറിപ്പാട്ട് പ്രസംഗത്തിന്റെ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ചെയ്തതാരാണ്? പലിശ ഹലാലാണെന്ന് പറഞ്ഞ കുട്ടശ്ശേരി മൗലവിയുടെ പുസ്തകം ഉദ്ഘാടനം ചെയ്തു കൊടുത്ത നേതാവാണ്. എന്ന് പറഞ്ഞാൽ പലിശ കൊടുക്കാൻ പാടില്ല എന്നേയുള്ളൂ, പലിശ വാങ്ങാൻ പാടില്ലെന്നുള്ളൂ, പലിശ കൊടുക്കാൻ പാടില്ല എന്ന് ഈ ആയത്തിന് അർത്ഥമില്ലെന്ന് പറഞ്ഞ കുട്ടശ്ശേരിയുടെ ഉമർ മൗലവിയുടെ പ്രസ്ഥാനം വളർത്തിക്കൊടുത്ത് അവരുടെ പുസ്തകം പ്രകാശനം ചെയ്തു കൊടുക്കുന്ന തങ്ങൾ, ഞങ്ങളുടെ സരണി, ഞങ്ങളുടെ വഴി എന്നാണ് ഈ വഴി. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇതെന്ത് വഴിയാണ് സഹോദരങ്ങളെ? മാത്രമല്ല, ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുകയല്ല. സുന്നത്ത് ജമാഅത്തിനെതിരായി ഇവിടെ പ്രവർത്തിച്ച മുഴുവൻ കക്ഷികളെയും കൂട്ടുപിടിക്കുകയും അവർക്കൊക്കെ സ്വാഗതം നൽകുകയും അവർക്ക് വലിയ പ്രാതിനിധ്യം നൽകുകയും ചെയ്തുകൊണ്ട് സമ്മേളനം നടത്തി നമ്മുടെ സരണി, നമ്മുടെ വഴി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ സംരക്ഷിക്കുമെന്നതിൽ സംശയമില്ല. ആ ദീൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ്. അതൊരിക്കലും മാറ്റാനും മറിക്കാനും ഇവിടെ എത്ര വലിയ ആൾക്കൂട്ടമുണ്ടാക്കിയാലും എത്ര രാഷ്ട്രീയ സ്വാധീനമുണ്ടാക്കിയാലും ഒരിക്കലും സാധ്യമല്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നാ നഹ്നു നസ്സൽനാ الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. പരിശുദ്ധ ഖുർആനിനെ നമ്മളാണ് ഇറക്കിയത്. ആ ഖുർആനെ നമ്മൾ സംരക്ഷിക്കുമെന്ന് അല്ലാഹു പറഞ്ഞതിന്റെ അർത്ഥം ഖുർആനിന്റെ ലഫ്ളും ഖുർആനിന്റെ ഹർഫും ഖുർആനിന്റെ ഖിറാഅത്തും സംരക്ഷിക്കുമെന്ന് മാത്രമല്ല, അതിന്റെ അർത്ഥവും അതിന്റെ തത്വമാകുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം لا تزال طائفة من أمتي ظاهرين على الحق
സത്യത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സത്യത്തിൽ പ്രശോഭിതമായി നിന്നുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ എന്റെ സമുദായത്തിൽ എന്നെന്നും ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ സംഘത്തെ നിലനിർത്തി അല്ലാഹു സംരക്ഷിക്കും എന്നാണ് എന്നതിന്റെ അർത്ഥം. അതുകൊണ്ട് ഉലമാക്കളെ, ഉദാഹരണങ്ങളെ, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ ഉറച്ചു നിൽക്കുക. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ മുറുകെ പിടിച്ച് ഉറച്ചു നിൽക്കുക. ബഹുമാനപ്പെട്ട ഉലമാക്കൾ അതാണ് നമുക്കിവിടെ കാണിച്ചു തന്നത്. അബൂ സഅദ അഹ്മദ് കോയ സാലിയാത്തി സമത്തയുടെ ആദ്യകാലത്തുള്ള ഉപദേഷ്ടാക്കളും പണ്ഡിതന്മാരും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ കുതുബി മുഹമ്മദ് മുസ്ലിയാർ, അബ്ദുൽ ബാരി മുസ്ലിയാർ തുടങ്ങിയ കൊല്ലൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ തുടങ്ങിയ മഹാന്മാരായ പണ്ഡിതന്മാർ ആ പണ്ഡിതരെ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള, അവരിവിടെ പഠിപ്പിച്ചിട്ടുള്ള ആ മഹത്തായ നയം നാം എപ്പോഴും സ്വീകരിക്കുന്നു. അതിൽ നിന്ന് വ്യതിചലിച്ചുകൂടാ. ആരെന്ത് പറഞ്ഞാലും നമുക്കതിൽ നിന്ന് മാറാൻ പറ്റില്ല. ഇസ്ലാം ഇവിടെ എങ്ങനെ ഉണ്ടായതാ? ഇസ്ലാം എങ്ങനെ ഉണ്ടായത്? എന്റെ പ്രസംഗം കേൾക്കുന്ന അന്യമതസ്ഥരുണ്ടെങ്കിൽ അവരും മനസ്സിലാക്കണം. ഞങ്ങൾക്ക് ഭീകരത പോരാ, തീവ്രത പോരാ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും പ്രത്യേകിച്ച് കേൾക്കണം. അൽഹംദുലില്ലാഹ്, സാന്ദർഭികമായി ഞാൻ ഒരു കാര്യം എടുത്തു പറയട്ടെ. UAE കിരീടാവകാശി സുമു ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഹഫിളഹുല്ലാഹ്, അവരും ഇന്ത്യയുമായി ഒരു കരാറിൽ ഒപ്പുവെച്ചു. ടെററിസത്തിനെതിരെ, തീവ്രവാദത്തിനെതിരെ സംഘടിക്കും എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി അതിൽ ഒപ്പുവെച്ചത് ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. പക്ഷേ പ്രധാനമന്ത്രിയോട് നമുക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഇന്ത്യ രാജ്യത്ത് ഏക സിവിൽ കോഡ് കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഏതാനും ചില ആളുകൾ ഇന്ത്യയിലുണ്ട്. അവരെ ശരിക്ക് നിർത്തുകയും അവരെ പരാജയപ്പെടുത്തുകയും ചെയ്യാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി മുന്നോട്ട് വരണം. ഏക സിവിൽ കോഡ് അതൊരിക്കലും സാധ്യമല്ല. എന്താണ് ഏക സിവിൽ കോഡ്? ഏക സംസ്കാരം. ഏക സംസ്കാരം. ഇന്ത്യ രാജ്യത്ത് ഒരേ ഒരു സംസ്കാരം. ഇതെങ്ങനെ നടക്കും? ഒരു സംസ്കാരം, അത് ഇസ്ലാമിക സംസ്കാരമായിക്കോട്ടെ എന്ന് ഞങ്ങൾ പറഞ്ഞാലോ? നിങ്ങൾ ചിന്തിക്കോ? ഒരേ ഒരു സംസ്കാരം മതി ഇന്ത്യയിൽ എന്ന് പറയുന്നു മുസ്ലിമീങ്ങൾ പറയുന്നു അത് ഇസ്ലാമിക സംസ്കാരമായിക്കോട്ടെ. എന്നാൽ സ്വീകരിക്കുമോ ഇവിടുത്തെ ഹൈന്ദവർ? സ്വീകരിക്കുമോ ഇവിടുത്തെ ക്രൈസ്തവർ? ഇല്ല, സ്വീകരിക്കേണ്ടതുമില്ല. ഞങ്ങളങ്ങനെ പറയുകയുമില്ല. ഞങ്ങളങ്ങനെ പറയുകയില്ല. മറിച്ച് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന പഴയ കാലത്ത് തന്നെ ഇവിടെ പറഞ്ഞു വരുന്നു. ഇന്ത്യൻ ഭരണഘടന അനുഭവിച്ച ആ മുസ്ലിംകൾക്ക് മുസ്ലിംകളായി ജീവിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യം വേണോ? ഹൈന്ദവർക്ക് ഹൈന്ദവനായി ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ക്രൈസ്തവർക്ക് അവരുടെ കലീശയിൽ പോകാനും ആരാധിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ജൈനനും ബുദ്ധനും
എല്ലാവരും ഇവിടെ എണ്ണിയാത്ത പാർട്ടിയുമാണ്, ജാതിയുമാണ്. എല്ലാ കാലത്തും ഓരോ ആചാരമാണ്, ഓരോ പദ്ധതിയാണ്. ആ പദ്ധതി അനുസരിച്ച് അവർ ജീവിച്ചുകൊള്ളട്ടെ. അതിലേക്ക് ഗവൺമെന്റ് ഒരിക്കലും ഇടപെടരുത്. ഏതായാലും ഈ ഒപ്പുവെച്ചതിനെ നാം അനുമോദിക്കുന്നു, നാം പ്രശംസിക്കുന്നു. അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരിക്കലും ഏകസിവിൽ കോഡ് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്ന് ഈ ഒപ്പിന്റെ അർത്ഥത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ സമാധാനമായി ജീവിക്കാൻ, ഐക്യത്തോടെ ജീവിക്കാൻ എല്ലാവരും ശ്രമിക്കുന്നു. ഐക്യത്തിന്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും പറയുന്നു ഐക്യം വേണമെന്ന്. ഞങ്ങളും ഐക്യം വേണമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോഴും പറയുന്നു ഐക്യം. അതിൽ സുഹൃത്തുബന്ധമായതിന്റെ ആശയത്തിനും ആദർശത്തിനും അടിയുറച്ചു നിന്നുകൊണ്ടുള്ള ഐക്യം. ആ ഐക്യമാണ് നമുക്ക് വേണ്ടത്. എല്ലാവരും കൂടി ഒരു വീട്ടിൽ താമസിക്കാനുള്ള ഐക്യം നടക്കില്ലല്ലോ. ഓരോരുത്തരും ഉണ്ടാക്കുന്ന വീട്ടിൽ അവൻ പോയി താമസിക്കുക, ഓരോ ആളുകളും നിർമ്മിക്കുന്ന പള്ളികളിൽ പോയി അവർ നിസ്കരിക്കുക, അതുപോലെ ആരാധനാലയങ്ങളിൽ പോയി ആരാധിക്കുക എന്നല്ലാതെ എല്ലാവരും കൂടി ഒരു തരത്തിൽ താമസിക്കണമെന്ന് പറഞ്ഞാൽ നടക്കാത്തതുപോലെ എല്ലാവരും ഒരേ ആശയവുമായി ഇവിടെ ജീവിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കാത്തതാണ്. അതേ സമയത്ത് ഐക്യം വേണം. മുസ്ലിം സമുദായം ഇവിടെ അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ കൊടിക്കീഴിൽ നിൽക്കണം. അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്ത് പറഞ്ഞാൽ പോരാ. അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ പോരാ. സുന്നത്ത് ജമാഅത്തിന്റെ ആശയം അതിവിടെ മുറുകെ പിടിക്കുക തന്നെ വേണം. സ്ത്രീകൾക്ക് ഇസ്ലാം വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. പുരുഷന്മാർക്കില്ലാത്ത ഒരുപാട് സ്ഥാനം സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയിട്ടുണ്ട്. ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്ത്രീകൾക്ക് ഗുണം ചെയ്തു കൊടുക്കണമെന്ന വസിയ്യത്ത് നിങ്ങൾ സ്വീകരിക്കണം കേട്ടോ. എത്ര വലിയ ബലാഗത്തുള്ള വാചകമാണ്. ഊസീകും ബിന്നിസാഇ ഖൈറാ എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ വലിയ അർത്ഥം. ഞാനൊരു കാര്യം പറയാൻ പോകുന്നു, അത് നിങ്ങൾ തള്ളിക്കളയരുത് കേട്ടോ, അത് സ്വീകരിക്കണം കേട്ടോ എന്ന് പറയുന്നത് പോലെ ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, നിങ്ങൾ സ്ത്രീകൾക്ക് ഗുണം ചെയ്യണമെന്ന് പറയുന്ന ആ ഉപദേശം നിങ്ങൾ സ്വീകരിക്കണം കേട്ടോ. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു. അങ്ങനെ സ്ത്രീകൾക്ക് വളരെയധികം സ്ഥാനങ്ങളും മാനങ്ങളും കൊടുത്തു. സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ ജോലി ചെയ്യാനും പുരുഷന്മാരെ പോലെ പ്രവർത്തിക്കാനും സാധ്യമല്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഒരു മേധാവി വേണം, സ്ത്രീകൾക്ക് ഒരു നേതാവ് വേണം. ആ നേതാവ് ഇല്ലെങ്കിൽ സ്ത്രീകൾ വിഷമത്തിലായി പോകും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുരുഷന്മാരോട് അല്ലാഹു തആല വളരെ ശക്തിയായി അനുശാസിച്ചു, സ്ത്രീകളെ നിങ്ങൾ സംരക്ഷിക്കണം. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകൾക്ക് സംരക്ഷണം നൽകി അവരെ വളർത്തിയെടുക്കാനുള്ള കർത്തവ്യം അത് പുരുഷന്മാർക്കുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അങ്ങനെ ഒരുപാട് മഹത്വങ്ങളും ഒരുപാട് സ്ഥാനങ്ങളും സ്ത്രീകൾക്ക് അല്ലാഹു കൊടുത്തു. അതേ സമയത്ത് തന്നെ പുരുഷന്മാർക്ക് സ്ത്രീകൾക്കില്ലാത്ത ഒരുപാട് സ്ഥാനങ്ങൾ അല്ലാഹു തആല കൊടുത്തു. അങ്ങനെ രണ്ട് വിഭാഗവും രണ്ട് കൂട്ടർക്കും അല്ലാഹു നൽകിയ സ്ഥാനം, ആ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുകയും മുന്നോട്ട് നീങ്ങുകയും ചെയ്യണമെന്ന് പറയുമ്പോൾ എല്ലാവരും എല്ലാ വിഷയത്തിലും സമന്മാരാണെന്നും
പുരുഷന്മാരെ പോലെ സ്ത്രീകളും രംഗത്തിറക്കി ഇടകലർന്ന ജീവിതമാണ് വേണ്ടതെന്നും ഒരു സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ പോലും ഒരു ബെഞ്ചിൽ തന്നെ ഇരുന്നുകൊണ്ട് ആണിനെയും പെണ്ണിനെയും പഠിപ്പിച്ചു കൊള്ളണമെന്ന ആ നിർബന്ധമായ ചിന്താഗതി അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എതിർക്കുന്നത് അതാണ്. അതേ സമയത്ത് അതിന് പകരം സ്ത്രീകളെ നാലുഭാഗത്തും വെച്ചുകൊണ്ട് ഏത് പത്രസമ്മേളനമായാലും ശരി, ഇനി വേറെ എന്ത് സമ്മേളനമായാലും ശരി നടക്കുന്ന ആ മാർഗം പ്രിയപ്പെട്ട സഹോദര, അത് സുന്നത്ത് ജമാഅത്ത് അല്ല. അതുകൊണ്ട് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്നവർ അതിൽ അടിയുറച്ച് വിശ്വസിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. ജാമിയ സഅദിയ ബഹുമാനപ്പെട്ട എം.എ. ഉസ്താദ് സുബ്ഹാനല്ലാഹ് അവരുടെ ഉറക്കത്തിലും ഉണർച്ചയിലും എല്ലാ സമയത്തും ജാമിയ സഅദിയയായിരുന്നു എന്നെനിക്കറിയാം, എനിക്ക് നല്ലപോലെ അറിയാം. അവസാനം മരിക്കുന്നതിന്റെ 2 കൊല്ലം മുമ്പ് ഞങ്ങൾ ഒന്നായി ഉംറക്ക് പോയി ഒരു പ്രാവശ്യം. അങ്ങനെ മദീനയിലും മക്കയിലും എല്ലാ സ്ഥലത്തും ബഹുമാനപ്പെട്ടവരും ഞാനും ഒന്നായി തവാഫിലും സഈലുമെല്ലാം ഉണ്ടായപ്പോൾ എന്നോട് പറയുന്ന ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന കൂട്ടത്തിൽ എന്നോട് പറയുന്നത്, സാധാരണ പറയുന്നത് പോലെ ഈമാൻ സലാമത്തിന് വേണ്ടി ദുആ ചെയ്യണം, സുഹത്തിന് വേണ്ടി ദുആ ചെയ്യണം, ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറയുമ്പോൾ ജാമിഅ സഅദിയയുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും വേണ്ടി ദുആ ചെയ്യണം എന്ന് ബഹുമാനപ്പെട്ടവർ എന്നോട് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. മർക്കസ് സഖാഫത്തി ശരിയക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, അത് പറയാറുണ്ട്. എങ്കിലും ഞാൻ പറയുന്നത് അങ്ങനെ ദുആയിൽ പോലും എല്ലാ സമയത്തും ജാമിഅ സഅദിയ എന്ന ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ചിന്തയും അതിനുവേണ്ടിയുള്ള ആലോചനയും മാത്രമായിരുന്നു ബഹുമാനപ്പെട്ട എം.എ. ഉസ്താദിനുണ്ടായിരുന്നത്. അതേ സ്ഥാപനത്തിന്റെ പ്രസിഡന്റായി മരണം വരെയുന്ന മഹാനായ താജുൽ ഉലമാ തങ്ങളവറുകളും അവിടുത്തെ വാക്കിൽ എല്ലാ സമയത്തും ജാമിഅ സഅദിയ വരാറുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അവരുടെ അനുസ്മരണം കൂടിയുള്ള ഈ സമയത്ത് നാം എല്ലാവരും ഈ സ്ഥാപനത്തെ സഹായിക്കൽ വളരെ അനിവാര്യമാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അൽഹംദുലില്ലാഹ്, എത്ര വലിയ 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 സ്ഥാപനങ്ങളാണ് വളർന്നു വരുന്നത്. ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കാതെ, ഒരു യതീംകുട്ടിനെ പോലും വളർത്താതെ, ഒരു ദീനിയ കാര്യം പറയാതെ ഇവിടെ ഇങ്ങനെ പണ്ഡിതന്മാരോട് ഉപദേശിക്കാൻ നടക്കുന്ന കുറച്ച് കൂട്ടരുണ്ട്. പണ്ഡിതന്മാരോട് ഉപദേശിക്കാൻ നടക്കുന്ന വേറെ കുറച്ച് ആളുകൾ. എന്നാൽ ഇവിടുത്തെ മുഴുവൻ കക്ഷികളോട് ഞങ്ങൾ തുറന്നു പറയുന്നു, ഏത് രാഷ്ട്രീയക്കാരനായാലും ഏത് വിഭാഗത്തിൽപ്പെട്ടവനായാലും പണ്ഡിതന്മാരെ ഉപദേശിക്കാൻ നിങ്ങൾ വളർന്നിട്ടില്ല, നിങ്ങൾക്കതിന് അനുവാദം തരികയുമില്ല. നിങ്ങൾ നിങ്ങളെ വഴിക്ക് പ്രവർത്തിക്കണം, ഞങ്ങൾ നിങ്ങളെ വഴിക്ക് പ്രവർത്തിക്കുന്നു. എന്നിട്ട് പരസ്പരം ബന്ധവും പരസ്പരം സ്നേഹവും അതെല്ലാം നിലനിർത്തി ജീവിക്കുക. അല്ലാതെ പണ്ഡിതന്മാർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും അതിൽ കൈകടത്താൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ വന്നാൽ അവൻ ശരിക്ക് കണ്ട് അറിയേണ്ടി വരുമെന്ന് വളരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താ? ഏത് രാഷ്ട്രീയക്കാരനായാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ദീനാണ് വലുത്, ഇസ്ലാമാണ് വലുത്. ഇസ്ലാമിനെ പറയാനാണ് പണ്ഡിതന്മാർ. അത് പറയുക തന്നെ ചെയ്യും. അത് ഡോക്ടർക്ക് പറയാൻ അധികാരമില്ല, എഞ്ചിനീയർക്ക് പറയാൻ അധികാരമില്ല, മറ്റൊരു ഉദ്യോഗത്തിന് പറയാൻ അധികാരമില്ല, ഒരു രാഷ്ട്രീയക്കാരനും അധികാരമില്ല. അല്ലാഹുവിന്റെ ദീൻ അത് ആലിമീങ്ങൾ പറയണം. അത് പറയുന്നതനുസരിച്ച് ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ അല്ലാത്തവരും ജീവിക്കണം. അല്ലാതെ ഇങ്ങോട്ട് തോക്കിലേക്ക് വെടിവെക്കുന്ന ഈ സ്വഭാവം എല്ലാവരും ഒഴിവാക്കണം. അതുപോലെ അനുവദിക്കില്ല. നല്ല ഓർമ്മ വെക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങൾ അവർ ഇവിടെ എത്തിക്കഴിഞ്ഞു.
പേരുടെ ബ്രാഹ്മണ സക്കാവിയുടെ പ്രസംഗമുണ്ട്, തങ്ങളുടെ പ്രസംഗമുണ്ട്, വേറെ ധാരാളം പ്രസംഗമുണ്ട്. ഞാൻ നിർത്തുന്നു. ഒറ്റ വാക്ക് അവസാനമായി പറയട്ടെ. നാം എല്ലാവരും അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് നമ്മുടെ ഖൽബ് ശുദ്ധിയായി അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കണം. തസ്കിയത്തുൽ ഖൽബ്, ഖൽബിന്റെ ഹൃദയത്തിന്റെ ശുദ്ധീകരണം, അതാണ് ഏറ്റവും വലിയ മഹത്തായ ലക്ഷ്യം. എന്ത് തെറ്റ് ചെയ്ത ഒരു പാപി നിങ്ങളടുക്കൽ വന്നാലും നിങ്ങൾ ആ പാപിക്ക് പുറത്തു കൊടുക്കുക, അങ്ങനെ മാപ്പ് ചെയ്തു കൊടുക്കുക. അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുക, അള്ളാഹുവിനെ തഖ്വ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുള്ള അടുക്കാൻ നമുക്ക് ഇൽമു വേണം. ഇൽമില്ലെങ്കിൽ സാധിക്കുകയില്ല. ഇനി അഥവാ ഇൽമില്ലെങ്കിൽ ഇൽമുള്ള ഉലമാഇനെ പിൻപറ്റണം. ഇൽമില്ലാത്ത കള്ളത്തരീഖത്തുകാരനെ പിൻപറ്റണ്ട. നേരത്തെ KP അന്തർജിയാൻ അബ്ദുൽ പറഞ്ഞു കള്ളത്തരീഖത്തിന്റെ കഥ. എനിക്ക് സമയമല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് പോലെ തന്നെയാണോ ഓം നമോ നാരായണ എന്ന് പറയുന്നത് എന്ന് ഒരു തരീഖത്തുകാരൻ പറഞ്ഞു കൊടുക്കാം. എന്ത് തരീഖത്തിന്? ഇത് പറഞ്ഞാൽ മതസൗഹാർദ്ദത്തിനെതിരാവില്ല. മതസൗഹാർദ്ദമെന്ന് പറഞ്ഞാൽ മുസ്ലിംകളുടെ ആശയമനുസരിച്ച് മുസ്ലിംകൾ ജീവിക്കുക, ഹൈന്ദവരുടെ ആശയമനുസരിച്ച് അവരും ജീവിക്കുക. ഒരാളുടെ ആശയം മറ്റേ ആളുകളിൽ സമ്മർദ്ദം ചെലുത്താതിരിക്കുക. അതാണ് മതസൗഹാർദ്ദം, അതാണ് മൈത്രി. എന്നല്ലാതെ ഓം നമോ നാരായണ എന്ന് പറയുന്നത് അല്ലാഹു അക്ബർ എന്ന് നമ്മൾ പറയുന്നത് പോലെയാണ് എന്ന് സമ്മതിക്കാൻ ഒരു മുസ്ലിമിന് സാധ്യമല്ല. മുസ്ലിമിന്റെ ആശയം വേറെയാണ്, ഹൈന്ദവരുടെ ആശയം വേറെയാണ്. നാം എല്ലാവരുമായി വളരെ സൗഹാർദ്ദത്തിൽ ജീവിക്കുന്നവരാണ്. നമ്മളെപ്പോലെ മതസൗഹാർദ്ദത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയും ഇവിടെയില്ല എന്ന് നമ്മുടെ 2 പ്രാവശ്യം നടത്തിയ കേരള യാത്രയിൽ നിന്നും അതുപോലെ പിന്നീട് നടത്തിയ കർണാടക യാത്രയിൽ നിന്നും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. ഇവിടുത്തെ ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും ജൂതനും ബുദ്ധനും ജൈനനും ക്ഷത്രിയനും സർവാണുകൾക്കും ബോധ്യപ്പെട്ടതാണ്. ഞങ്ങൾ മതസൗഹാർദ്ദത്തിനെതിരല്ല, മതമൈത്രിക്കെതിരല്ല. പക്ഷേ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിന് പകരം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിന് പകരം നമോ നാരായണ എന്ന് പറഞ്ഞാൽ മതി എന്ന് ഒരു തെരീക്കത്തുകാരൻ പറഞ്ഞാൽ അവന്റെ തെരീക്കത്ത് പിശാചിന്റെ തെരീക്കത്തെന്നല്ലാതെ എന്ത് പറയാനാണുള്ളത്? അവനെയും കൊണ്ട് നടക്കുക സമസ്ത, അവനെയും കൊണ്ട് നടക്കുക സമസ്ത. ഇതാണ് നമ്മളെ വഴി. നമ്മളെ വഴി അതല്ല. നമ്മുടെ വഴി ഇവിടുത്തെ മറ്റ് മതസ്ഥരോട് അവരുടെ മതം അവർ അംഗീകരിക്കുന്നതോടൊപ്പം വളരെ സൗഹാർദ്ദത്തിലും മതമൈത്രിയിലും ജീവിക്കുക. അതാണ്, അതല്ലേ മതസൗഹാർദ്ദം. അല്ലാതെ നമ്മുടെ പള്ളിയിലേക്ക് ഇവിടുത്തെ ഹിന്ദുക്കളെ പിടിച്ചുകൊണ്ടുപോല, അല്ലെങ്കിൽ അമ്പലത്തിലേക്ക് നമ്മളെ പിടിച്ചുകൊണ്ടുപോല, അതല്ല മതസൗഹാർദ്ദം. കാസർഗോഡ് ടൗണിൽ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ പള്ളിയിൽ നിന്ന് വാങ്ങു കേട്ടാൽ മുസ്ലിം പള്ളിയിലേക്ക് പോകുന്നു, ക്രിസ്ത്യാനി കലീശയിലേക്ക് പോകുന്നു, ഹൈന്ദവൻ അമ്പലത്തിലേക്ക് പോകുന്നു. അതാണ് മതമൈത്രി. അല്ലാതെ മതമൈത്രി എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് എല്ലാവരും കൂടി ഒന്നാവരല്ല. അതുകൊണ്ട് വളരെ ഗൗരവമായി ചിന്തിക്കണം. കള്ളത്തരീക്കത്തുമായി നടന്നിട്ട് മനുഷ്യരെ പറ്റിക്കുന്ന അത്തരം ജാലവിദ്യക്കാർ, കങ്കട്ടുകാർ, അവരെ വളരെയധികം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികാരനെ സലഫി ചിന്താഗതിക്കാർ ലോകത്തൊട്ടാകെ എന്ന് കാട്ടിക്കൂട്ടുന്ന കോലാഹലം വളരെ അപകടകരമാണ്. അതിനെതിരായിട്ടാണ്
യഥാർത്ഥത്തിൽ UAE ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റും ഒപ്പുവെച്ചിട്ടുള്ളത് എന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഒപ്പിനെ സ്വാഗതം ചെയ്യുന്നു, അതിനെ പ്രശംസിക്കുന്നു, അംഗീകരിക്കുന്നു എന്ന് പറയാൻ കാരണം ഇനി നാളെ എന്താ മോഡിയുടെ ഒപ്പിനെ മോഡിയെ മതിൽ ചെയ്തിട്ട് മോഡി മതിൽ ചെയ്തു. മോഡിയല്ല, ആരായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു ഗുണം ചെയ്താൽ അത് ഗുണം തന്നെ. ഇന്ത്യൻ പ്രധാനമന്ത്രി ദോഷം ചെയ്താൽ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നാം അതിനെ ചോദ്യം ചെയ്യും. നിയമം കയ്യിലെടുക്കൂല. നിയമം കയ്യിലെടുക്കുന്നത് അത് ഭീകരവാദികളുടെ ലക്ഷണമാണ്. നാം നിയമം കയ്യിലെടുക്കാതെ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചോദ്യം ചെയ്യും. അങ്ങനെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാർ, നാം എല്ലാവരും അള്ളാഹുവിനെ പേടിച്ച് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. ഒരൊറ്റ വാക്ക്, സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി, സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം